ഒരു വ്യക്തിക്ക് ആശയത്തിനായി മരിക്കാം, എന്നാൽ ആ ആശയം അവന്റെ മരണശേഷം 1000 ജീവിതങ്ങളിൽ അവതരിക്കപ്പെടും. സാക്ഷാൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണിത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുഭാഷ് ചന്ദ്രബോസിന് അർഹമായ സ്ഥാനം ലഭിച്ചിട്ടില്ല എന്ന് പല വാദങ്ങളും പലരും മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ അത് അങ്ങനെയല്ല. അദ്ദേഹത്തിന് മാന്യമായ സ്ഥാനം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നാം ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്നതും. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണത്തെ അട്ടിമറിക്കുന്നതിനായി അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചു. കൂടാതെ ഇന്ത്യൻ ജനക്കൂട്ടത്തിനിടയിൽ ഐതിഹാസികമായ പദവിയും അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യത്തെ ഉശിരുകൊണ്ടും ഉൾക്കരുത്തുകൊണ്ടും ധീരമായി നേരിട്ട സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായി കാണുക, അറിവ് നേടാനായി അഭിനിവേശത്തോടെ വരിക. ഇറ്റ്സ് മീ അഭിനേഷ് ആനന്ദ്. വെൽക്കം ടു ദ വീഡിയോ. 1897 ജനുവരി 23 ഒറീസയിലെ കട്ടക്കിലാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ജാനകിനാഥ് ബോസ് ഒരു പ്രശസ്ത അഭിഭാഷകനും അമ്മ പ്രഭാവതി ദേവി ഭക്തിയും മതവിശ്വാസവുമായി നടന്നിരുന്ന ഒരു സാധാരണ സ്ത്രീയുമായിരുന്നു. 14 മക്കളിൽ 9ാമത്തെ കുട്ടിയും 6ാമത്തെ മകനുമായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ മിടുക്കനായിരുന്ന സുഭാഷ് കൽക്കട്ട പ്രവിശ്യയിലെ മെട്രിക്കുലേഷൻ പരീക്ഷയിൽ ഒന്നാമതെത്തിയ അദ്ദേഹം കൽക്കട്ടയിലെ സ്കോട്ടിഷ് ചർച്ചസ് കോളേജിൽ നിന്ന് ഫിലോസഫിയിൽ 1ാം ക്ലാസ്സോടെ ബിരുദം നേടി. ചെറുപ്പത്തിലെ സ്വാമി വിവേകാനന്ദന്റെ പാഠങ്ങളാൽ ശക്തമായി സ്വാധീനിക്കപ്പെട്ട അദ്ദേഹം വിദ്യാർത്ഥിയായി ഇരിക്കുമ്പോൾ തന്നെ ദേശസ്നേഹത്തിന്റെ ചൂടും വീറും ഉൾക്കൊണ്ടു വളർന്നു വന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവെന്ന് സ്വാമി വിവേകാനന്ദനെ അദ്ദേഹം പിൽക്കാലത്ത് വിശേഷിപ്പിക്കുന്നുമുണ്ട്. തന്റെ പ്രവർത്തനങ്ങളിലൂടെ കൊച്ചു നേതാജി അക്കാലത്ത് തന്നെ നന്നെ അറിയപ്പെട്ടിരുന്നു. പിതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം എഴുതുവാൻ ബോസിന് ഇംഗ്ലണ്ടിലേക്ക് പോകേണ്ടി വന്നു. മാതാപിതാക്കളുടെ ആഗ്രഹം നിറവേറ്റുന്നതിനായി മാത്രമാണ് അദ്ദേഹം 1919 ഇംഗ്ലണ്ടിലേക്ക് പോയത്. ഇംഗ്ലണ്ടിൽ 1920 ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ മത്സരിച്ച അദ്ദേഹം മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ 4ാം സ്ഥാനത്തെത്തി. മത്സര പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടിയെങ്കിലും അവിടെ മനസ്സുറപ്പിക്കുവാൻ കഴിയാതെ വന്ന സുഭാഷ് തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി. തുടർന്ന് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ തന്റെ വിലയേറിയ സാന്നിധ്യവും ഉറപ്പിച്ചു. ഇന്ത്യയിലേക്ക് മടങ്ങിയ ശേഷം നേതാജി സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധിയുടെ സ്വാധീനത്തിൽ വരികയും തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ദേശബന്ധു ചിത്തരഞ്ജൻ ദാസിന്റെ കീഴിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയത്. ദേശബന്ധുവിനെ പിന്നീട് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ഗുരുവായും സ്വീകരിക്കുന്നുണ്ട്. താമസിയാതെ സുഭാഷ് തന്റെ നേതൃപാടവം വെളിപ്പെടുത്തുകയും കോൺഗ്രസിന്റെ അധികാര ശ്രേണിയിലേക്ക് തന്റെ വഴി നേടുകയും ചെയ്തു. 1928 കോൺഗ്രസ് നിയോഗിച്ച മോത്തിലാൽ നെഹ്റു കമ്മിറ്റി സ്വയംഭരണ പദവിക്ക് അനുകൂലമായി നിലപാടെടുത്തു. എന്നാൽ സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ് ഒന്നും തന്നെ വേണ്ട എന്ന് ഇരുവരും ഉറപ്പിച്ചു പറഞ്ഞു. തുടർന്ന് സുഭാഷ് ഇൻഡിപെൻഡൻസ് ലീഗ് രൂപീകരിക്കുകയും ചെയ്തു. 1930 നിയമലംഘന സമരത്തിനിടെ സുഭാഷ് ചന്ദ്രബോസ് ജയിലിൽ അടയ്ക്കപ്പെട്ടു. 1 വർഷത്തിന് ശേഷം ശാരീരിക അസ്വാസ്ഥ്യങ്ങളെ തുടർന്ന് നേതാജി ജയിലിൽ നിന്നും മോചിതനാവുകയും അദ്ദേഹത്തെ യൂറോപ്പിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടുതൽ ഊന്നിയുറപ്പിക്കുവാൻ അദ്ദേഹം പല പ്രസ്ഥാനങ്ങൾക്ക് ജീവൻ കൊടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് ഇന്ത്യയിലേക്കുള്ള തന്റെ പ്രവേശന വിലക്ക് ലംഘിച്ചുകൊണ്ട് മടങ്ങിയെത്തിയ അദ്ദേഹത്തെ വീണ്ടും 1 വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കുകയാണ് ഉണ്ടായത്. 1934 സുഭാഷ് ചന്ദ്രബോസ് ഷെങ്കലിനെ കണ്ടുമുട്ടിയത്. അവൾ ഒരു സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും പ്രണയബന്ധത്തിലായി. തുടർന്ന് 1941 ഏപ്രിൽ 3 മുതൽ 1943 ഫെബ്രുവരി 8 വരെ ബോസ് ജർമ്മനിയിൽ താമസിച്ചിരുന്ന സമയത്താണ് മകൾ അനിത ബോസിന് ഷെങ്കൽ ജന്മം നൽകിയത്. യുദ്ധകാലത്ത് യൂറോപ്പിൽ നിന്നും തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് അദ്ദേഹം പോയപ്പോൾ ഷെങ്കലും അവളുടെ കുഞ്ഞുമകളും സാമ്പത്തികമായി നന്നെ തളർന്നുപോയി. 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായി നേതാജി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഗാന്ധിയുടെ അഹിംസാത്മക മാർഗങ്ങൾ ലക്ഷ്യവേദി അല്ലെന്നുള്ള നേതാജിയുടെ നിലപാട് മൂലം ഗാന്ധിജിയുമായി ഭിന്നതയുണ്ടായിരുന്നു. നേതാജി നൽകിയ ആത്മവിശ്വാസത്തിന്റെ ചൂടേറ്റ് കോൺഗ്രസ് നന്നേ മുന്നേറിയെങ്കിലും ഗാന്ധിയുടെ ചിന്ത പോയത് മറ്റൊരു തരത്തിലാണ്. 1 വർഷം കഴിഞ്ഞുള്ള ത്രിപുര സമ്മേളനത്തിൽ നേതാജിയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാനായി ഗാന്ധി ആഗ്രഹിച്ചിരുന്നു. പകരം ആ സ്ഥാനത്തേക്ക് ജവഹർലാൽ നെഹ്റുവിനെയോ അബ്ദുൽ കലാം ആസാദിനെയോ കൊണ്ടുവരിക എന്നതായിരുന്നു ഗാന്ധിജിയുടെ നീക്കം. എന്നാൽ നേതാജിക്കെതിരെ അത്തരമൊരു മത്സരത്തിനൊരുങ്ങുവാൻ നെഹ്റുവിനോ അബ്ദുൽ കലാം ആസാദിനോ സമ്മതമായിരുന്നില്ല. ഒടുവിൽ ഗാന്ധിയുടെ പിന്തുണയോടെ തനിക്കെതിരെ മത്സരിച്ച പട്ടാഭി സീതാരാമ അയ്യരെ പരാജയപ്പെടുത്തി നേതാജി വീണ്ടും കോൺഗ്രസ് പ്രസിഡന്റായി സ്ഥാനമേറ്റു. പ്രസിഡന്റ് സ്ഥാനത്തെത്തിയെങ്കിലും നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും ആദർശങ്ങളോട് യോജിക്കുവാൻ കഴിയാത്ത നേതാജി പിന്നീട് രാജിവെച്ച് സ്ഥാനമൊഴിയുകയാണ് ഉണ്ടായത്. 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയെ ഇന്ത്യക്കാർക്ക് തിരിച്ചു നൽകുവാൻ ബ്രിട്ടീഷ് സർക്കാരിന് 6 മാസ കാലാവധി നൽകുന്ന പ്രമേയത്തിന് നേതൃത്വം വഹിച്ച നേതാജിയോട് കടുത്ത വിദ്വേഷമുയർന്നു. അത്തരമൊരു കൈമാറ്റം നടന്നില്ല എങ്കിൽ അത് വലിയ കലാപത്തിന് തന്നെ കാരണമായി തീരുമായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാട് കർക്കശമാണെന്ന രീതിയിൽ പരക്കെ പ്രചാരണമുണ്ടായി.
ഫോർവേഡ് ബ്ലോക്ക് എന്ന പേരിൽ അദ്ദേഹം പിന്നീട് ഒരു പുരോഗമന ഗ്രൂപ്പും രൂപീകരിക്കുന്നുണ്ട്. 1922 നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നിലപാടിനെ ദേശീയ ദുരന്തം അഥവാ നാഷണൽ കലാമിറ്റി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ആശയപരമായി ഇത്രയധികം ഭിന്നതകൾ ഗാന്ധിജിക്കും നേതാജിക്കും ഇടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും വ്യക്തിപരമായി ഇവർ പരസ്പരം ബഹുമാനം പുലർത്തിയിരുന്നവരാണ്. പാട്രിയോട്ട് ഓഫ് പാട്രിയോട്സ് എന്നാണ് ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ അതേസമയം ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് ആദ്യമായി സംബോധന ചെയ്തതും സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി ബ്രിട്ടനുണ്ടായ രാഷ്ട്രീയ അസ്ഥിരത പരമാവധി മുതലെടുത്ത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുക്കണമെന്നതായിരുന്നു ബോസിന്റെ അഭിപ്രായം. മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രീയവും സൈനികവും നയതന്ത്രപരവുമായുള്ള പിന്തുണ ലഭിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പൊരുതി നേടാൻ സാധിക്കൂവെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. യുദ്ധം തുടങ്ങിയപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തോട് കൂടിയാലോചിക്കാതെ ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയെയും യുദ്ധ പങ്കാളികളാക്കി. ഇതിനെതിരെയൊക്കെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും അദ്ദേഹം ശ്രമിച്ചു. അതിനെ തുടർന്ന് അധികൃതർ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ജയിലിൽ അദ്ദേഹം തുടങ്ങിയ നിരാഹാര സമരം 7 ദിവസമായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അദ്ദേഹത്തെ വിട്ടയച്ചു. പക്ഷേ കൽക്കട്ടയിലെ ബോസിന്റെ വസതി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. 1941 ജനുവരി 19 തന്റെ അനന്തരവനായ ശിശിർ കെ ബോസിനോടൊപ്പം നിരീക്ഷകരുടെ കണ്ണുവെട്ടിച്ച് ബോസ് രക്ഷപ്പെട്ടു. പേഷാവറിലേക്കാണ് അദ്ദേഹം പോയത്. അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനും സോവിയറ്റ് യൂണിയനും കടന്ന് ജർമ്മനിയിലെത്തി. വേഷം മാറിയാണ് ബോസ് സഞ്ചരിച്ചിരുന്നത്. ആദ്യം സിയാവുദ്ദീൻ എന്ന പേരിൽ പത്താൻ വംശജനായ ഇൻഷുറൻസ് ഏജന്റിന്റെ വേഷത്തിൽ അഫ്ഗാനിസ്ഥാനിലെത്തി. അവിടെ നിന്നും കൗണ്ട് ഒർലാഡോ മസോട്ട എന്ന ഇറ്റലിക്കാരനായി മോസ്കോയിലെത്തി. അവിടെ നിന്നും റോമിലും അവസാനം ജർമ്മനിയിലും എത്തിപ്പെട്ടു. ജർമ്മനിയിലെ വിദേശകാര്യ വകുപ്പിലെ പ്രചാരണ വിഭാഗത്തിൽ ബോസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ തികച്ചും സ്വതന്ത്രമായ ഒരു ഓഫീസും അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ജർമ്മൻ സർക്കാർ അനുവദിച്ചു നൽകി. ഇന്ത്യയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പരിജ്ഞാനമുള്ള ആളായിരുന്ന ത്രോട്ടും അദ്ദേഹത്തിന്റെ പകരക്കാരനായ അലക്സാണ്ടർ വെർത്തും സുഭാഷ് ചന്ദ്രബോസിന്റെ സുഹൃത്തുക്കളായി മാറി. ബോസിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. യൂറോപ്പിലെ ജർമ്മൻ അധിനിവേശ രാജ്യങ്ങളിലുണ്ടായിരുന്ന ഭാരതീയരെയും ഉത്തരാഫ്രിക്കയിൽ തടവുകാരാക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ സൈനികരെയും സംഘടിപ്പിച്ചുകൊണ്ട് ബോസ് ഇന്ത്യൻ ലീജിയൻ എന്ന സേനാ ഘടകത്തെ രൂപവൽക്കരിച്ചു. ഏകദേശം 4500 സൈനികരുടെ അംഗബലമുണ്ടായിരുന്നു ഈ സേനയ്ക്ക്. ജർമ്മൻ വിദേശ വകുപ്പിൽ 1941 ജൂലൈ മാസത്തിൽ വിപുലമായ സൗകര്യങ്ങളോടെ പ്രത്യേക ഭാരത വകുപ്പ് അഥവാ സ്പെഷ്യൽ ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് രൂപവൽക്കരിക്കപ്പെട്ടു. 1941 അവസാനത്തോടെ ബെർലിനിൽ ഒരു സ്വതന്ത്ര ഭാരത കേന്ദ്രം അഥവാ ഫ്രീ ഇന്ത്യ സെന്റർ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. ആത്മാർത്ഥതയും ദേശസ്നേഹവും അർപ്പണ മനോഭാവവുമുള്ള കുറച്ച് അനുയായികളെയും ബോസിന് അവിടെ നിന്നും കിട്ടി. AC നമ്പ്യാർ, NG ഗണപതി, അബീദ് ഹസൻ, MR വ്യാസ്, ഗിരിജ മുഖർജി തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ടവർ. നയതന്ത്രപരമായ ഒരു സ്ഥാനപതി കാര്യാലയത്തിന് തുല്യമായ എല്ലാ പരിഗണനയും ഫ്രീ ഇന്ത്യ സെന്ററിന് ജർമ്മനിയിൽ ലഭിച്ചിരുന്നു. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട സാമൂഹിക സാമ്പത്തിക പരിവർത്തനങ്ങൾ സംബന്ധിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനായി ഒരു ആസൂത്രണ കമ്മീഷനും സ്വതന്ത്ര ഭാരത കേന്ദ്രത്തിൽ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. കുതിച്ചു ചാടുന്ന ഒരു കടുവയുടെ ചിത്രം അങ്കിതമായ മൂവർണ്ണക്കൊടിയാണ് അവർ ദേശീയ പതാകയായി സ്വീകരിച്ചത്. മഹാകവി ടാഗോർ രചിച്ച ജനഗണമന എന്നാരംഭിക്കുന്ന പദ്യമായിരുന്നു ദേശീയ ഗാനമായി ആദ്യം അംഗീകരിച്ചത്. നാസികളുടെ സഹായത്തോടുകൂടി ഒരു ഇന്ത്യ ആക്രമണവും അതുവഴി ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ പദ്ധതികളൊന്നും തന്നെ തുടർന്ന് നടപ്പിൽ വന്നില്ല. ഹിറ്റ്ലറുടെ പല പ്രവർത്തികളോടും ബോസിന് യോജിക്കുവാൻ സാധിച്ചില്ല. പ്രത്യേകിച്ചും ജൂതന്മാരോടുള്ള സമീപനം, ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് നേരെയുള്ള നാസികളുടെ ശത്രുതാപരമായ സമീപനവും പിന്നെ സോവിയറ്റ് യൂണിയന് നേരെയുള്ള നാസി ആക്രമണവും ഹിറ്റ്ലറിന്റെ പ്രവർത്തികളെ അദ്ദേഹം പരസ്യമായി വിമർശിച്ചിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിറ്റ്ലർക്കും നാസികൾക്കും അത്ര താല്പര്യവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ജർമ്മനി വിട്ട് പൂർവേഷ്യയിലേക്ക് പോകുവാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ശാന്തസമുദ്ര മേഖലയിലെ സ്ഥിതിഗതികൾ പെട്ടെന്ന് മാറുകയും ജപ്പാൻ അച്ചുതണ്ട് രാഷ്ട്രങ്ങളുടെ ഭാഗം ചേർന്ന് ഇംഗ്ലണ്ടിനും അമേരിക്കയ്ക്കുമെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ പ്രവേശിച്ച ജപ്പാൻ സേന സിംഗപ്പൂർ ദ്വീപ് നിഷ്പ്രയാസം കീഴടക്കുകയും അതിനുശേഷം ജപ്പാൻ സൈന്യം ബർമയിലേക്ക് കടക്കുകയും ചെയ്തു. 1942 മാർച്ച് മാസത്തിൽ ബ്രിട്ടീഷുകാർ റംഗൂൺ വിട്ടൊഴിഞ്ഞുപോയി. പൂർവേഷ്യയിൽ നിന്നും ഒരു വിമോചന സേനയെ ഇന്ത്യയിലേക്ക് നയിക്കാനുള്ള സാധ്യത സുഭാഷ് ചന്ദ്രബോസിന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഇക്കാരണങ്ങളാൽ ബോസ് നാസി ജർമ്മനി വിടാൻ തീരുമാനിക്കുകയും 1943 അദ്ദേഹം ജർമ്മനി വിട്ട് ജപ്പാനിലെത്തുകയും ചെയ്തു. U-180 എന്ന ജർമ്മൻ അന്തർവാഹിനിയിലാണ് അദ്ദേഹം പോയത്. 1943 മെയ് 6 സുമാത്രയുടെ തീരത്തുള്ള സാബാങ് എന്ന ചെറുദ്വീപിലാണ് ബോസ് ചെന്നെത്തിയത്. അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ജപ്പാൻ സൈന്യത്തിലെ കേണൽ യാമോമോട്ടോയും എത്തിയിരുന്നു. അവിടെ 1 മാസം താമസിച്ച അദ്ദേഹം ജപ്പാൻ പ്രധാനമന്ത്രി ജനറൽ ടോജോയുമായി ഭാരത ജപ്പാൻ ബന്ധങ്ങളെപ്പറ്റിയും നടപടിക്രമങ്ങളെപ്പറ്റിയും വിശദമായി ചർച്ച ചെയ്ത് ഒരു പരസ്പര ധാരണയിൽ എത്തിച്ചേർന്നു. രഷ് ബിഹാരി ബോസ്, അബീദ് ഹസൻ, കേണൽ യാമാമോട്ടോ എന്നിവരോടൊപ്പം 1943 ജൂൺ 23 നേതാജി സിംഗപ്പൂരിലേക്ക് യാത്ര തിരിച്ചു.
റഷ് ബിഹാരി ബോസ് 1943 ജൂലൈ 4 സിംഗപ്പൂരിലെ പ്രസിദ്ധമായ കാതെ ഹാളിൽ വെച്ച് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസിന് കൈമാറി. അടുത്ത ദിവസം ജൂലൈ 5 ആസാദ് ഹിന്ദ് ഫൗജ് അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA രൂപവൽക്കരിച്ച വിവരം അദ്ദേഹം ലോകത്തെ അറിയിച്ചു. INAയുടെ രൂപവൽക്കരണത്തിലും പ്രവർത്തനത്തിലും പങ്കുവഹിച്ച നിരവധി മലയാളികളുമുണ്ട്. ക്യാപ്റ്റൻ ലക്ഷ്മി, N രാഘവൻ, ACN നമ്പ്യാർ, കണ്ണേമ്പിള്ളി കരുണാകര മേനോൻ, വക്കം അബ്ദുൽ ഖാദർ, NP നായർ തുടങ്ങി ഒട്ടേറെ മലയാളികൾ. പോരാട്ടത്തിനിടയിൽ യുദ്ധഭൂമിയിൽ മരിച്ചു വീണവരും ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയവരും അക്കൂട്ടത്തിലുണ്ട്. വക്കം ഖാദർ, TP കുമാരൻ നായർ തുടങ്ങിയവർ തൂക്കിലേറ്റപ്പെട്ടു. മിസിസ് PK പൊതുവാൾ, നാരായണി അമ്മാൾ തുടങ്ങിയ കേരളീയ വനിതകളും INAയിലുണ്ടായിരുന്നു. INAയുടെ വനിതാ വിഭാഗമായിരുന്ന ഝാൻസി റാണി റെജിമെന്റിന്റെ നേതൃത്വം വഹിച്ചിരുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മിയായിരുന്നു. 1943 നേതാജി രൂപം കൊടുത്ത ആസാദ് ഹിന്ദ് ഗവൺമെന്റിലെ ഏക വനിതാ അംഗവും അവരായിരുന്നു. 1943 ഡിസംബർ 29 ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടി നേതാജി ആൻഡമാനിലെത്തി. ആൻഡമാൻ ദ്വീപിനെ ഷഹീദ് ദ്വീപ് എന്നും നിക്കോബാർ ദ്വീപിനെ സ്വരാജ് ദ്വീപ് എന്നും നേതാജി പുനർനാമകരണം ചെയ്തു. മേജർ ജനറൽ ലോകനാഥനെ ഷഹീദ് സ്വരാജ് ദ്വീപ് സമൂഹത്തിന്റെ ആദ്യത്തെ ഭരണാധികാരിയായി നേതാജി നിയമിച്ചു. 1944 ജപ്പാന്റെ സഹായത്തോടുകൂടി ആസാദ് ഹിന്ദ് ദേശീയ ബാങ്കും രൂപവൽക്കരിക്കപ്പെട്ടു. താൽക്കാലിക ഗവൺമെന്റിനു വേണ്ടി നേതാജി കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കിയിട്ടുണ്ട്. എന്നാൽ തന്റെ പദ്ധതികളെല്ലാം തകിടം മറിച്ചുകൊണ്ടായിരുന്നു അത് സംഭവിച്ചത്. 1945 മെയ് 7 ജർമ്മനി നിരുപാധികം സഖ്യകക്ഷികൾക്ക് കീഴടങ്ങി. ഓഗസ്റ്റ് 6 ഹിരോഷിമ നഗരത്തിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് പ്രയോഗിച്ചു. ഇതോടുകൂടി ജപ്പാനും കീഴടങ്ങുവാൻ തീരുമാനിച്ചു. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധവും അവസാനിച്ചു. 1945 ഓഗസ്റ്റ് 18 ബോസ് തായ്വാനിലെ തെയ്ഹോഗു വിമാനത്താവളത്തിലുണ്ടായ അപകടത്തിൽ മരിച്ചു എന്നാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഭാഷ്യം. ഇതിനെപ്പറ്റി അന്വേഷിക്കുവാൻ നെഹ്റുവിന്റെ ഭരണകാലത്ത് ഷാനവാസ് കമ്മീഷൻ, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഖോസ്ല കമ്മീഷൻ എന്നിവയെ നിയോഗിച്ചിരുന്നു. ഈ രണ്ട് കമ്മീഷനുകളും ബോസ് വിമാനാപകടത്തിൽ മരിച്ചുവെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ പാർലമെന്റ് അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും പ്രതിഷേധം കാരണം ഈ രണ്ട് റിപ്പോർട്ടുകളും മൊറാർജി ദേശായിയുടെ ഭരണകാലത്ത് ഗവൺമെന്റ് തള്ളിക്കളഞ്ഞു. തുടർന്ന് 1999 വാജ്പേയിയുടെ ഭരണകാലത്ത് മുഖർജി കമ്മീഷൻ നിലവിൽ വന്നു. 1945 മുൻപറഞ്ഞ വിമാന അപകടം ഉണ്ടായിട്ടില്ല എന്നും അതിനാൽ ബോസ് അന്ന് മരണപ്പെട്ടിട്ടില്ല എന്നും കമ്മീഷൻ കണ്ടെത്തുകയുണ്ടായി. ഈ കണ്ടെത്തൽ വിവാദമായതോടുകൂടി റിപ്പോർട്ട് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് തള്ളിക്കളഞ്ഞു. ബോസിന്റേതെന്ന് ഗവൺമെന്റ് അവകാശപ്പെടുന്ന റെങ്കോജി ക്ഷേത്രത്തിലെ ചിതാഭസ്മം അദ്ദേഹത്തിന്റേതല്ല എന്നും കമ്മീഷൻ കണ്ടെത്തുകയുണ്ടായി. ബോസ് റഷ്യയിലേക്ക് കടന്നിരിക്കാമെന്നും കമ്മീഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വെളിപ്പെടുത്തൽ എന്താണെന്ന് നോക്കാം. സോവിയറ്റ് യൂണിയനിൽ വെച്ച് ജോസഫ് സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരമാണ് നേതാജിയുടെ മരണം സംഭവിച്ചതെന്നും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒന്നും ചെയ്തില്ല എന്നും സുബ്രഹ്മണ്യൻ സ്വാമി ആരോപിച്ചിരുന്നു. ജസ്റ്റിസ് മനോജ് മുഖർജി കമ്മീഷന്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് സുബ്രഹ്മണ്യൻ സ്വാമി വെളിപ്പെടുത്തൽ നടത്തിയത്. വിമാനാപകടത്തിൽ മരിച്ചുവെന്ന വ്യാജകഥ പ്രചരിപ്പിച്ച് നേതാജി റഷ്യ അധീനതയിലായിരുന്ന ചൈനയിലെ മഞ്ചൂരിയയിലേക്ക് രക്ഷപ്പെട്ടുവെന്നും സോവിയറ്റ് പ്രസിഡന്റായിരുന്ന ജോസഫ് സ്റ്റാലിൻ അദ്ദേഹത്തെ സൈബീരിയയിലെ യാക്കുൽസ്ക് ജയിലിൽ അടച്ച് 1953 തൂക്കിലേറ്റുകയോ ശ്വാസം മുട്ടിച്ചോ കൊല്ലുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. 1985 വരെ ഉത്തർപ്രദേശിലെ അയോധ്യയ്ക്ക് സമീപമുള്ള രാംഭവൻ എന്ന വീട്ടിൽ താമസിച്ചിരുന്ന ഗുംനാമി ബാബ എന്ന സന്യാസി ബോസ് ആയിരുന്നുവെന്ന് ചിലർ വിശ്വസിച്ചിരുന്നു. സന്യാസിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ ഗവൺമെന്റ് ഏറ്റെടുത്തു. ഇവ അന്വേഷണ വിധേയമാക്കിയ മുഖർജി കമ്മീഷൻ ശക്തമായ തെളിവുകളുടെ അഭാവത്തിൽ ഈ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞു. 1991 ഇന്ത്യൻ സർക്കാർ മരണാനന്തര ബഹുമതിയായി ബോസിന് ഭാരതരത്നം പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ ബോസിന്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇത് പാടില്ല എന്ന് കോടതിയിൽ ഒരു പരാതി സമർപ്പിക്കപ്പെടുകയും തുടർന്ന് ഗവൺമെന്റ് പുരസ്കാരം പിൻവലിക്കുകയും ചെയ്തു. ബ്രിട്ടന്റെ കഷ്ടകാലം ഇന്ത്യയുടെ അവസരമാണെന്നാണ് സുഭാഷ് ചന്ദ്രബോസ് പ്രസ്താവിച്ചത്. അതുപോലെ ദണ്ഡി മാർച്ചിനെ ഇദ്ദേഹം താരതമ്യപ്പെടുത്തിയത് നെപ്പോളിയന്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള മാർച്ചിനോടാണ്. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നാണ് ഗാന്ധിജി ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. പാട്ടിയാലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സും അതുപോലെ തന്നെ കൊൽക്കത്ത വിമാനത്താവളത്തിനും ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ഇദ്ദേഹത്തിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്ന അപൂർണമായ ആത്മകഥയും ഇന്ത്യൻ സ്ട്രഗിളുമാണ് അദ്ദേഹം രചിച്ച പുസ്തകങ്ങൾ. നേതാജിയുടെ ആഗ്രഹത്തെ മാനിച്ചാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജനുവരി 23 ദേശപ്രേം ദിനമായും ആചരിച്ചു പോരുന്നു. ഇതെല്ലാം അദ്ദേഹത്തെ ഇന്നും രാജ്യം അനുസ്മരിക്കുന്നു എന്നതിന് തെളിവുകളാണ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഓരോ ഇന്ത്യൻ ജനതയിലേക്കും ആഴ്ന്നിറങ്ങിയ വാക്കുകളാണിത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ്. നേതാജിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.